Hi friends, welcome to febaskitchen. ഇന്ന് നമുക്ക് കപ്പ ബിരിയാണി അല്ലെങ്കിൽ കപ്പ ഇറച്ചിയും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തണം. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പിലയും വറ്റൽമുളകും ആവശ്യത്തിന്, വെളുത്തുള്ളി 10-12 എണ്ണം, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, ചുവന്നുള്ളി 12 എണ്ണം, ഉപ്പ് ആവശ്യത്തിന് എടുക്കുക, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഇറച്ചി മസാല 2 ടേബിൾ സ്പൂൺ, ചിരവിയ തേങ്ങ 1 കപ്പ്, കപ്പ ഞാനിവിടെ 1 കിലോയാണ് എടുത്തിട്ടുള്ളത്, പോത്തിറച്ചി 1/2 കിലോ. എല്ലുള്ള ഇറച്ചിയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ആദ്യം നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിന് ഞാൻ ഒരു ചെരുവത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ കഴുകി കൊത്തിവെച്ച കപ്പ ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിലോട്ട് ഇടുമ്പോഴത്തേക്കും കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം ലേശം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് കപ്പ വേവിച്ചെടുക്കാം. കപ്പ ഇവിടെ വേകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇറച്ചിയും വേവിച്ചെടുക്കാവുന്നതാണ്. ഇറച്ചി ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച ഈ ഇറച്ചി നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും പിന്നെ കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ നന്നായിട്ട് ഈ ഇറച്ചിയിൽ പിടിക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം വേണ്ട, ജസ്റ്റ് അടി പിടിക്കാതിരിക്കാനായിട്ടുള്ള ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഇനി ഒരു 5-6 വിസിലടിക്കുമ്പോഴത്തേക്കും ഈ ബീഫ് വെന്ത് കിട്ടുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഈ കപ്പയിൽ ചേർക്കാനുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് ഞാൻ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായി മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം. തേങ്ങ കരിയാൻ പാടില്ല. തേങ്ങ നല്ല ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇറച്ചി മസാല,
1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനം ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മുടെ തേങ്ങയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഈ തേങ്ങ നമ്മൾ വറുത്തത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരയുന്ന വെള്ളം നമുക്ക് അരയ്ക്കാം. ഇപ്പം തേങ്ങ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ബീഫ് തുറന്നു വെക്കാൻ പോവാണ്. ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. കപ്പ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കറിവേപ്പില വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഞാനിവിടെ ആഡ് ചെയ്തേ ഉള്ളൂ. ഇനി നമ്മൾ ഈ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേകാൻ വേണ്ടി നമുക്ക് ഈ കുക്കറിൽ തന്നെ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് തുറന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പും തേങ്ങയും ബീഫും എല്ലാം കൂടെ നന്നായി മിക്സ് ആകുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ അരപ്പും ബീഫും കപ്പയെല്ലാം നന്നായിട്ട് വെന്ത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മസാലയുടെയൊക്കെ. ഉപ്പ് പോരെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചെയ്താൽ മതി, ഞാൻ വെറുതെ ചെയ്തേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കപ്പ ബിരിയാണി നമുക്ക് സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്